ട്രാവൽ ചെയ്തുകൊണ്ട് ഇത്തിരി കതച്ചാണ് നിൽക്കുന്നത്. എല്ലാ ദിവസവും ഡെയിലി വ്ളോഗ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള ആലോചനയാണ്. യൂട്യൂബ് ട്രൈ ചെയ്ത് തീർക്കണമെങ്കിൽ ഞാൻ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. എല്ലാ ദിവസവും എന്നെക്കൊണ്ട് എത്രത്തോളം നടപടിയാവുമെന്ന് എനിക്കറിയില്ല. എന്നെക്കൊണ്ട് പറ്റാത്ര വീഡിയോ ഒക്കെ ഞാൻ എടുക്കും. ഇപ്പം ഞാൻ എൻ്റെ ജോലിക്ക് പോകാൻ പോകുന്നു. രാവിലത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴാണ് ആ ചിന്ത വന്നത്. നാളെ മുതൽ ഷൂട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ പോവാണേ. ഓക്കെ, ഞാനപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. വണ്ടി എടുക്കാൻ വേണ്ടി വന്നേക്കണേന്. ബൈ. അപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തി. അത്യാവശ്യം മഴക്കാറുണ്ടായി. അതിന് മുന്നേ ഞാൻ ഹോസ്പിറ്റലിൽ കയറി കേട്ടോ. ഇന്നെത്തിയപ്പോൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കേസ് പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നേരത്തെ വന്നേ. വൈകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അപ്പയും അമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പച്ചിക്ക് ഇന്നൊരു ചെക്കപ്പ് ഡേ ആയിരുന്നു. അപ്പച്ചിക്ക് അതിനാഴ്ച മൊത്തം ഹോസ്പിറ്റലായിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി പ്രസൻറ്റേഷൻ ഉള്ളത് വായിച്ച് പഠിക്കാൻ തുടങ്ങി. പ്രസൻറ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അടിപൊളി ഫുഡൊക്കെയാണ്. മിക്സഡ് നൂഡിൽസും ചില്ലി ചിക്കനാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ കഴിച്ചു. പാരഗണിൽ നിന്നായിരുന്നു. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് ബിരിയാണി മതിയായിരുന്നു. ഞാനൊരു ബ്ലൂബെറി ചീസ് കേക്ക് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ചെയ്യാനുള്ള വർക്ക് ഒക്കെ ബാക്കി ചെയ്ത് തീർത്തു. വാർഡിലൊക്കെ പോയി ആൾക്കാരെയൊക്കെ കണ്ടു, ഡയറ്റൊക്കെ പറഞ്ഞു കൊടുത്തു. വൈകിട്ടായപ്പോഴേക്കും ഒരു കട്ട്ലേറ്റും ഒരു ചായയുമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇങ്ങനെ കുറേ അടിപൊളി പിക്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കൊതിപ്പിക്കുന്ന ടൈപ്സ് പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. ഹായ് പറഞ്ഞേ മറിയാമേ. ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേപ്പാ. ക്യൂട്ട് മറിയാമ്മ. ഒരു വരട്ടെ നമുക്കൊരു മോന്. ചക്കര വാവയാണിത്. മറിയാമ്മ ചക്കര വാവയാണ്. ആന്ന് പറഞ്ഞേ അമ്മേ നോക്കൂ. അമ്മ മറിയാമ്മ അമ്മ സുന്ദരിയാണ്. ആന്ന് പറഞ്ഞേ നോക്ക്. ആന്ന് പറ സുന്ദരിയാന്ന് പറ അമ്മ. തെണ്ടി ചരിച്ചു. അപ്പം ഞാൻ ജോലിങ്ങനെ വന്ന് ഞാൻ അവിടെ നിന്ന് ചായയും ഇതൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് എനിക്കിപ്പോൾ വിശപ്പില്ല. അത് ഞാൻ മറിയാമ്മക്ക് ഇത്തിരി ഇങ്കി കൊടുക്കട്ടെ. അവൾ വയലൻ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മേളിലൊക്കെ കയറി വന്നപ്പോൾ ഞാനൊന്നും കഴിക്കാനൊന്നും നിന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കത്ര വിശപ്പില്ല. മാക്സിമം എണ്ണക്കടികളൊക്കെ ഒഴിവാക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര വിശക്കും. ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിപ്പോവും. അവിടെ ആണെങ്കിൽ ഇങ്ങനെ വേറെ കടികൾ ആകെ അപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അപ്പം വാങ്ങിക്കും. അല്ലാത്തപ്പോഴേക്കും ഈ സ്നാക്സ് തന്നെ മേടിക്കുള്ളൂ. ഭയങ്കര വിശപ്പിൻ്റെ അസ്ഥിതയാണ്. പിന്നെ മറിയാമെന്നുണ്ട് റൂമൊന്നും കാണിക്കാൻ പറ്റാത്ത കോലമാണ്. ഇതൊക്കെ ഒന്ന് ഞാൻ ഒതുക്കി സെറ്റാക്കട്ടെ. ട്രൈപോഡ് ആക്ച്വലി മിസ്സായിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം. എന്നാൽ എനിക്കിതൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. മറിയാമ്മ നോക്ക്. ഹായ് പറഞ്ഞേ. അവിടെ നോക്കടോ അതിൻ്റെ കുപ്പി. അല്ലെങ്കിൽ അത് കംപ്ലൈൻറ്റാ. ഭാവി നോക്ക്. മേലോട്ടോക്കെ ഫോൺ നോക്കി. ഹായ്. വീട്ടിൽ വന്നങ്ങനെ പിന്നെ എനിക്ക് ഒതുക്കാനും പറക്കാനും ഒന്നും അത്ര താല്പര്യം ഉണ്ടാവില്ല. ഒന്നും കേൾക്കുന്നുണ്ടാവില്ല. ഫാൻ ഇട്ടേക്കുവാണ് ഞാൻ. ഫാൻ ഓഫ് ചെയ്യട്ടെ. അപ്പം ഒതുക്കാൻ ഇപ്പം എന്തെങ്കിലും ഒതുക്കണം. അടിക്കണം. റൂമ് ഭയങ്കര ഒട്ടും മുടി മറിയാമ നല്ല വിരകലാണ് ഇവിടെ കിടന്ന്. ഒരു വയസ്സുള്ള കുട്ടിയുടെ അമ്മമാർക്ക് അറിയാൻ പറ്റും. നമ്മൾ എന്ത് മടക്കി വെച്ചാലും, എൻ്റെ കുട്ടി അങ്ങനെയാണ്, എന്ത് മടക്കി വെച്ചാലും അവൾക്കത് മടങ്ങിയിരിക്കണമാണ് ഇഷ്ടമല്ല. എന്താ അത് തുറന്ന് വൃത്തിയുടെ വലിച്ചെറിയണം. അതൊക്കെ ഞാൻ ബേസിക്കായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടാ അവിടെ കാറ് ഈ ഷെൽഫ് തുറന്ന് ഷെൽഫ് തുറന്നിട്ട് അവളുടെ സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്ത് വലിച്ചു വാരിയുള്ളതാണ് അവളുടെ മെയിൻ പണി. ദേ ഓണാണ്. ഇനി ഇവിടെ വലിച്ചു വാറ. ഇതൊക്കെ വലിച്ചു വാരിയിട്ടണേന്ന് ഞാൻ ഒതുക്കാവുള്ളൂ. വലിച്ചു വരും. ഇപ്പൊ ഇതല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല. മറിയാമ്മ നോക്ക്. മറിയാമ്മ ചെയ്യാനുണ്ടാ? മറിയാമ്മ നോക്കേ. ഒരു ഹായ് പറയൂ. ഹായ് മറിയാമ്മ നോക്കടോ. മറിയാമ്മ അവിടെ എന്തൊക്കെയോ പണിയിലാണ്. അപ്പം എനിക്ക് ഇത്രയും വെള്ളം നോക്കിയേ പറ്റുള്ളൂ. അതിനാലും എനിക്ക് കുളിച്ച് ഫ്രഷ്നപ്പ് ആകുമ്പോൾ കൈ കാലൊക്കെ കഴുകിയിട്ടാണ് ഞാൻ കുട്ടിയെ എടുക്കണം കേട്ടോ. ഇപ്പോൾ സാനിറ്റൈസൊക്കെ ചെയ്യും. എല്ലാ ഫ്ലോറിലും പോകുമ്പോൾ ഞാൻ സാനിറ്റൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ വീഡിയോ എടുക്കുന്നതിന് പരിധിയുണ്ട്, ലിമിറ്റ് ഉണ്ട്. അപ്പോൾ വീട്ടിൽ വന്നാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് ഇനി മുതൽ ഒരു 100 days ഡെയിലി വ്ളോഗ് ചെയ്യാൻ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ നടന്നാൽ മതിയായി നല്ലൊരു പ്രാർത്ഥന. ബേസിക്കലി നടക്കാൻ ചാൻസ് ഇല്ല.
കേസ് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് നമുക്കത് നടക്കില്ല. നോക്കാം, മാക്സിമം ചെയ്യും, നോക്കും. ഒന്ന് കരഞ്ഞ നോക്കട്ടെ. ചിരിക്കല്ലേ, കരയിടോ. ഒരു ഉമ്മ കൊടുത്തേ, എല്ലാവർക്കും ഫ്ലൈങ് കിസ് കൊടുത്തേ. നോന്നാണിച്ചേ, പല്ല് കാണിച്ചു കൊടുത്തതേ, പല്ല്. മറിയാമ്മേ ആണിച്ചേ. മറിയാമ്മക്ക് പല്ല് വന്നാന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട്. നോക്കിയേ മറിയാമ്മേ, പല്ല് വന്നാ നോക്കട്ടെ അമ്മ. പല്ലിന്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട് ഗൈസ്, ക്ലിയർ അല്ല, ഞാൻ ഷോർട്സ് ആക്കിയിടാവേ. അപ്പൊ ഓക്കെ, പഠിക്കാൻ വേണ്ടിട്ട് അമ്മക്കൊരു ABC ബുക്ക് എടുത്തന്നെ. ABC ബുക്ക് എടുത്തരുവാ. ദേഷ്യാണ്. വീഴും നോക്കിയിരിക്കണം. നമുക്കൊരു ബുക്ക് തന്നെ താ. സ്പീഡ് ആവട്ടെ, താ. ABC ബുക്ക് താ. താങ്ക് യു. അതിൽ ക്യാറ്റ് ഉണ്ടാ മറിയാമ്മ? ABC ബുക്കില് നോക്ക്, ക്യാറ്റ് ഉണ്ടാ നോക്കി അതില് ABC ബുക്കില്. അമ്മക്ക് താന്ന് ക്യാറ്റിനെ താ. നോക്കാൻ പോണാണോ വാവാ? നമ്മൾ പൊഞ്ഞ് നോക്കാൻ പോണേനാന്ന്. എൻ്റെ പൊഞ്ഞാന്ന് ഇത്. അതിൻ്റെ പൊഞ്ഞ് കളേഴ്സ്, നമ്പേഴ്സ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പഠിക്കത്തില്ല. ഞാനപ്പം കുറേ കൊതുക്കി ബെഡൊക്കെ സെറ്റാക്കി. പക്ഷെ താഴെയൊക്കെ മറിയാമ്മ മെനകേടാക്കി. പിന്നെ ഇത് ഞാൻ രണ്ടാമത് സെറ്റാക്കി ഒളിപ്പിച്ച് വെക്കണം. ഇതൊക്കെ അടിച്ച് വൃത്തിയാക്കിയിടണം. ഇത് തരാണ്ട് എനിക്ക് കുളിക്കാൻ പറ്റത്തില്ല. എനിക്ക് കുറേ തുണിയൊക്കെ മടക്കാനുണ്ട്. ഡെയിലി വ്ളോഗ് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ കുറേ ട്രൈ ചെയ്യാൻ നോക്കാം. ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് എന്തായാലും ഇത് സക്സസ് ആയേ പറ്റത്തുള്ളൂ. ഞാനപ്പോൾ ഇവിടെ തനി മലയാളിയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് സാധാരണ ഞാൻ ചെയ്യാറ്. അത് സ്പീക്കറിലിട്ടിട്ട് എനിക്ക് ഇത് ചെയ്യുമ്പോൾ നമ്മൾ വേർക്കണം. അപ്പം ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ട് AC ഇട്ടിട്ടാണ് ഈ വൃത്തിയാക്കുന്നത്. അപ്പം പഠിക്കാൻ നേരത്തെ ഞാൻ അത് ഓഫ് ആക്കും കേട്ടോ. പിന്നെ കുറേ തുണി മടക്കാണ്ട് മറിയാം. നമ്മുടെ എൻ്റെ എന്ന് വെച്ചാൽ മഴക്കാലം നമുക്ക് തുണി ഉണങ്ങുന്നില്ലല്ലോ. അപ്പോൾ കുറേ ഇങ്ങനെ കൂട്ടി അപ്പുറത്തെ ബെഡിൽ ഇട്ടേക്കുക. അവിടെ ഇപ്പോൾ ആരില്ലല്ലോ. നിജു ഉള്ളപ്പോഴാണ് മാത്രം ആ ബെഡ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നിജു വരുമ്പോഴേക്കും ഞാൻ അതൊക്കെ ക്ലിയർ ആക്കിയിടും. നിജു എന്ന് പറയണത് നിഖിലിൻ്റെ അനിയനാണേ. അപ്പോൾ ബാക്കി കുറച്ച് പണിയും കൂടി ഉണ്ട്. ഞാനിവിടെ ട്രൈപോഡ് വെക്കാൻ നോക്കിയപ്പം മറിയാമുള്ളതുകൊണ്ട് വെക്കാൻ സമ്മതിക്കില്ല. അതാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുന്നത്. അപ്പം ബാക്കിയും കൂടി ചെയ്ത് തീർക്കട്ടെ. ഒളിച്ചേ കണ്ടേ ഒളിച്ചേ അളിക്കട്. പാത്തു ആയേ, പാത്തു ആയേ. അപ്പ ആണിക്കൂല്ലേ പാത്തു. മറിയാമ്മ നമ്മുടെ പേളിമാണിയുടെയും നമ്മുടെ നീറ്റുവിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് നീറ്റുവിനെ കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണുകയൊക്കെ ചെയ്യും. ഇച്ചിരി നേരമൊക്കെ വെച്ചെടുക്കുള്ളൂ. അതിന് ഞാൻ എൻ്റെ മുടിയിൽ എണ്ണയൊക്കെ പറ്റണ ആ സമയം കൊണ്ട് കേട്ടോ. മുടിയൊക്കെ നല്ലോണം പോകുന്നുണ്ട്. പ്രഗ്നൻസി ടൈം മുതലേ എൻ്റെ മുടി പോകുന്നുണ്ട്. പ്രഗ്നൻസി ടൈമിൽ പോയില്ല, പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞപ്പോഴേക്കാണ് എനിക്കിങ്ങനെ വന്നത് കേട്ടോ. മറിയാമ്മനെ കുളിപ്പിക്കാൻ പോണേണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കിട്ടിയേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്നെയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഇത്തിരി നേരം തലയിൽ മസാജൊക്കെ ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്യാറേ ഇല്ല. ഇനിയിപ്പോൾ ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് കെയർ ചെയ്ത് തുടങ്ങണം എൻ്റെ മുടിയും സ്കിന്നും ഒക്കെ. എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ എണ്ണയും ഇത് ഗ്ലിസറിനൊക്കെ ഞാൻ തേക്കും. ഗ്ലിസറിനൊക്കെ ഞാനിങ്ങനെ തേച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ സ്കിൻ മര്യാദയ്ക്കും. ഇതൊക്കെ ഒന്ന് തേക്കാണ്ടിരിക്കുമ്പോൾ പിന്നെയും അലമ്പാവേ. മറിയാമ്മ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കുസൃതികൾ ഒപ്പിക്കുന്നുണ്ട്. ഞാൻ ഇത് കണ്ടു ഒതുക്കിയ സ്ഥലത്ത് അവൾ പിന്നെയും വലിച്ച് വാരി ഇടുന്നുണ്ട്. ഓക്കെ, ഇത് തന്നെ പണി, വേറെ പണിയൊന്നുമില്ല. പക്ഷെ എനിക്കത് ഇഷ്ടം. ഞങ്ങൾ പാപ്പം കഴിച്ചിട്ട് വരാം. മറിയാമ്മക്ക് വിശക്കുന്നുണ്ടാവും. മറിയാമ്മ ബായ് കൊടുത്തേ. നന്നായിട്ട് വട്ടം ചുറ്റിക്കുന്നു.
ഇപ്പൊ ഒതുക്കിയേ ഉള്ളൂ. അവള് പിന്നെയും പറിക്കുന്നത് എനിക്ക് വയ്യ. ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. റൂം ഒതുക്കി ഒതുക്കി മനുഷ്യന്റെ ജീവിതം കുട്ടിച്ചോറാകും. അത് കഴിഞ്ഞ് മറിയാമ്മക്ക് ഇതേ ചോറൊക്കെ കൊടുത്തു. അമ്മക്കൊരാഗ്രഹം പറഞ്ഞു നമുക്ക് ലിപ്സ്റ്റിക് ഇടണമെന്ന്. അതൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. ഇങ്ങനോട് ആദ്യമായിട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ചോറ് കഴിച്ചു. ഉപ്പിലിട്ട നെല്ലിക്കയും ഇച്ചിരി ബീഫും ചമ്മന്തിയും ഉണ്ടായിരുന്നു. മറിയാമ്മയുടെ വേഷം കെട്ടാണ്ട് ഇതൊക്കെ. മറിയാമ്മയുടെ വേഷം കെട്ടാനാണ് ഇവിടെ ആൾക്കാർക്ക് നേരുള്ളൂ. മറിയാമ്മക്ക് തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും നമ്മുടെ വൈപ്പിൽ നിന്നൊക്കെ കുറേ ഫാൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മളറിയാവുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ സോൻ്റെ അടുത്ത് പോയപ്പോൾ അവളുടെ ഫ്രണ്ട്സ് മൊത്തം മറിയാമീ എന്നും പറഞ്ഞ് ഇങ്ങനെ പുറകെ തന്നെയായിരുന്നു. അത് കാണപ്പോൾ ഒത്തിരി സന്തോഷമായി. മറിയമ്മക്ക് ഇത്രയും ഫാൻസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. സമയം ഇങ്ങനെ പോണേന്ന് അറിയുന്നില്ല, പെട്ടെന്ന് തീരും. എണ്ണ ഇട്ടേക്കുന്നുണ്ട് ടാട്ടും ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ആ വീട്ടിലൊക്കെ ഇങ്ങനെ ആയിട്ടല്ലോ എനിക്ക് എത്താണ് കംഫർട്ട് സോൺ. പിന്നെ പോയി ഒതുക്കട്ടെ. ഒക്കെ ഇട്ട് ഞങ്ങൾ അപ്പയൊക്കെ കഴുകി തന്നെ ബാത്റൂമിലൊക്കെ കയറും. അത്യാവശ്യം ക്ലീനായി കിടക്കോട്ടെ നമ്മുടെ ബാത്റൂം എപ്പോഴും. ഞാൻ അവിടെ പോയി നിന്നോളും. ഞാൻ ചെന്ന് കുളിപ്പിച്ചാൽ മതി. മറിയാമ്മക്ക് കുളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അവളെ ഞാൻ എണ്ണയൊക്കെ ഇട്ട് കുളിപ്പിക്കുകയാണ് കേട്ടോ. അവൾക്ക് കുളി കഴിഞ്ഞപ്പോഴാണ്, കുളി ഇറങ്ങി വെള്ളത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അവൾക്ക് കരച്ചിലൊക്കെ തന്നെ. കുളിപ്പിച്ച് വൃത്തിയാക്കി ഇതേ അവളുടെ വേഷം കെട്ട് കണ്ടോ. ഇനി ഇതാണ് എൻ്റെ കൂടെ സ്വഭാവം. വീഡിയോ എടുക്കുകയാണെങ്കിൽ സ്വിച്ച് ഓൺ ആക്കുക, ഓഫ് ആക്കുക, ലൈറ്റ് ഓഫ് ആക്കുക, ഓൺ ആക്കുക, എ സിയുടെ സ്വിച്ച് ഓൺ ആക്കുക, ഓഫ് ആക്കുക. ഇത് തന്നെ എൻ്റെ മോക്കടെ പണി. ഇത് ഭയങ്കര എൻ്റർടൈനിങ് ആണ് അവൾക്ക്. എന്താണെന്നറിയില്ല, സ്വിച്ച് ബോർഡ് ലവറാണ് എൻ്റെ മോള്. അതുപോലെ വേഷം കെട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നീലും കൂടി അവളെ കളിപ്പിക്കും കുറച്ച് നേരം. അശേ മറിയാമ്മ നോക്കട്ടെ, ഉടുപ്പോക്കട്ടെ. മറിയാമ്മയുടെ ഉടുപ്പിൽ റാബിറ്റ് ഉണ്ടാ? മറിയാമ്മയുടെ ഉടുപ്പിൽ റാബിറ്റോ? റാബിറ്റ് മറിയാമ്മ. പറ്റിച്ചേ. ഹലോ, ജോയിസി അമ്മയാണോ? സോനി ഹലോ. ഹായ്. കളിയൊക്കെ കഴിഞ്ഞാൽ അവൾ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബായ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.